വിശ്വാസനായകന പൂർത്തി വരുത്തുന്നിൻ യേശുവിങ്കൽ വചനപാത വചനപാത വചനപാത. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. നമുക്ക് ഓരോരുത്തർക്കും വീണ്ടും യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ ഒരവസരം ലഭിച്ചിരിക്കുന്നു. വചനം കേൾക്കുവാൻ, വചനം ധ്യാനിക്കുവാൻ, വചനത്തെ അനുഭവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഭാഗ്യം ലഭിക്കുന്നു. അത് കർത്താവിൻ്റെ കൃപയാണ്. യേശുക്രിസ്തുവിന് നമ്മളോടുള്ള സ്നേഹമാണ്. നാം വായിക്കുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനമായി നമ്മുടെ ഓരോരുത്തരുടെയും അടുക്കിലേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം, ആ സാന്നിധ്യം നമുക്കിന്ന് അനുഭവിക്കണം. വചനം പറയുന്ന വ്യക്തിയെയോ ആ വ്യക്തി പറയുന്ന പ്രത്യേക വാക്കുകളോ അതൊന്നുമല്ല. ഈ വചനത്തിലൂടെ നമ്മോട് ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ടു വരുന്നു. ദൈവം നമ്മോട് സംസാരിക്കുന്നു. ഈ വചനം പറയുന്ന എന്നോട് സംസാരിക്കുന്നു. ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോടും സംസാരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിന് ആവശ്യമായ വചനം തരുന്നു. നാം പ്രാർത്ഥനയോടെ ഇരിക്കണം. കർത്താവേ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇനിയും മറിഞ്ഞു കിട്ടേണ്ട പാപങ്ങളുണ്ട്, ഇനിയും മോചിച്ചു കിട്ടേണ്ട അനേക പാപ സ്വഭാവങ്ങളുണ്ട്. അല്ല, എൻ്റെ ഹൃദയത്തിന് ആവശ്യമായത് എന്ത് എന്ന് നീ അറിയുന്നുണ്ട്. ഈ വചനം പറയുന്ന വ്യക്തിക്കോ, എൻ്റെ അടുത്തിരിക്കുന്ന വ്യക്തികൾക്കോ, അല്ല എന്നോട് ഏറ്റവും സ്നേഹമുള്ള വ്യക്തികൾക്കോ ആർക്കും അറിയാത്ത എൻ്റെ ഹൃദയ വിചാരങ്ങൾ നീ അറിയുന്നുണ്ട്. എൻ്റെ ആവശ്യങ്ങൾ നീ അറിയുന്നുണ്ട്. കർത്താവെ, എന്നോട് നീ സംസാരിക്കണമേ. അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. അതുമാത്രമായിരിക്കണം നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടത്. പ്രാർത്ഥനയുടെ ശക്തി. നാം പ്രാർത്ഥിക്കുന്നത് എങ്ങനെയെന്നോ, നാം പ്രാർത്ഥിക്കുന്നതിൻ്റെ വാക്കുകൾ എന്തെന്നോ അതൊന്നുമല്ല. നമ്മുടെ ഉള്ളിൽ നിന്ന്, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്താൽ വരുന്ന പ്രാർത്ഥന, അതിൽ സ്വർഗം പ്രസാദിക്കുന്നു. ആ പ്രാർത്ഥന സ്വർഗം കേൾക്കുന്നു. ആ പ്രാർത്ഥന സ്വർഗം ഏറ്റവും ശ്രദ്ധയോടെ കേട്ട് നമുക്ക് മറുപടി തരുന്നു. ഞാനിന്ന് അല്പസമയം ഇനി ഞാൻ യേശുക്രിസ്തുവിൽ ശരണപ്പെടുന്നത് ഈ വേദപുസ്തകത്തിലെ അനേകം പ്രാർത്ഥനകളെക്കുറിച്ച് ചിന്തിക്കുവാനാണ്. പ്രാർത്ഥനകൾ നാം ഇന്ന് വേദപുസ്തകം ആദ്യ അവസാനം ഓടിച്ചു നോക്കുകയാണെങ്കിൽ അനേകം പ്രാർത്ഥനകൾ കാണാം. ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത് അവരവരുടെ ഓരോരോ സാഹചര്യം വെച്ചിട്ടാണ്. ഓരോരോ സാഹചര്യത്തിലുള്ള പ്രാർത്ഥനകൾ, വലിയ നീളമുള്ള പ്രാർത്ഥനകളൊന്നുമല്ല, എന്നാൽ ചെറിയ പ്രാർത്ഥനകൾ, എന്നാൽ അത് സ്വർഗം കേട്ട് അവർക്ക് മറുപടി നൽകുന്നു. പ്രാർത്ഥനയുടെ വാക്കുകളുടെ ഉച്ചാരണ ശക്തിയോ അതൊന്നുമല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥതയോടെ യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്താൽ വരുന്ന പ്രാർത്ഥന. നമുക്ക് അല്പസമയം ചിന്തിക്കാം. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 9-ാം വാക്യം. അവിടെ നാം കാണുന്നത് ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയെക്കുറിച്ചാണ്. ഒരു വ്യക്തി, യബ്ബേസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥന. ഈ യബ്ബേസിൻ്റെ പാരമ്പര്യം നോക്കുമ്പോൾ, വേദപുസ്തകം നോക്കുമ്പോൾ കാണാം, യബ്ബേസിന് പ്രത്യേകിച്ച് പാരമ്പര്യമൊന്നും പറയാനില്ല. യബ്ബേസിൻ്റെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ നാം കാണുന്നത് യബ്ബേസിനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്നാണ്. അവൻ്റെ അമ്മ ഏറ്റവും ദുഃഖത്തോടെ പ്രസവിച്ചു എന്നാണ്. സാധാരണയായി പ്രത്യേകിച്ച് ഒരു 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 കുഞ്ഞു പിറക്കുമ്പോൾ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്. ഒരു മാതാവിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു മാതാപിതാക്കളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക എന്നുള്ളത്. എന്നാൽ ഇവിടെ യബ്ബേസിൻ്റെ ജന്മം ഒരു ദുഃഖമുള്ള ജന്മമാണ്. എന്താണ് വ്യക്തമായ കാര്യമെന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ എന്തോ ഒരു കാര്യം അവൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ദുഃഖമുള്ള ഒരു അവസരത്തിലാണ് ഈ യബ്ബേസിനെ പ്രസവിച്ചത്. നമുക്കൊന്ന് വായിക്കാം. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം അതിന് 9-ാം വാക്യം. യബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവൻ്റെ അമ്മ, ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പേരിട്ടു. യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടി ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. യബ്ബേസിനെ വ്യസനത്തോടെയാണ് പ്രസവിച്ചത്. എന്നാൽ പരിശുദ്ധാത്മാവ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, യബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു എന്ന്. സ്വർഗം നോക്കുമ്പോൾ മാന്യതയുള്ളൊരു വ്യക്തി, സ്വർഗം നോക്കുമ്പോൾ കുറ്റം കാണാത്തൊരു വ്യക്തി. സമൂഹത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും വ്യസനത്തോടെയാണ് മാതാപിതാക്കൾ അവന് പേരിട്ടതെങ്കിലും അവന് ഒരു മാന്യനായിരുന്നു. സ്വർഗം നോക്കുമ്പോൾ ഒരു മാന്യൻ. യബ്ബേസ് പ്രാർത്ഥിക്കുകയാണ്. യബ്ബേസ് എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്? യബ്ബേസ് ആത്മീകമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്.
എബേസ് തൻ്റെ അതിർ വിസ്താരമാക്കുവാനാണ് പ്രാർത്ഥിക്കുന്നത്. എബേസിൻ്റെ പ്രാർത്ഥന ഇങ്ങനെയാണ്: എബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു. എബേസ് പ്രാർത്ഥിച്ചതാണ്: കർത്താവേ, നിന്റെ കൈ എന്നോടുകൂടി ഇരിക്കണം. കർത്താവേ, നീ എന്നെ അനുഗ്രഹിക്കണം. ഈ അനർത്ഥമുള്ള ലോകമാണ്, എൻ്റെ ചുറ്റും അനർത്ഥങ്ങളാണ്. ഞാൻ ഈ അനർത്ഥങ്ങളൊന്നും മാറുവാനല്ല പ്രാർത്ഥിക്കുന്നത്, എൻ്റെ ഈ പ്രശ്നങ്ങളൊന്നും മാറുവാനല്ല പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, എൻ്റെ അമ്മ എൻ്റെ പേരിട്ടിരിക്കുന്നത് എബേസ് എന്ന്, വ്യസനപുത്രൻ എന്നാണ്. എന്നാൽ കർത്താവേ, എനിക്ക് അനർത്ഥങ്ങളൊന്നും മാറണ്ട, എന്നാൽ നിന്റെ കൈ എന്നോടുകൂടി ഇരിക്കണം, നീ എന്നോടുകൂടി ഇരിക്കണം. എനിക്ക് അനർത്ഥങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ ഒരു വ്യസന കാരണമായി തീരരുത്. കർത്താവേ, അതുമാത്രമാണ് എൻ്റെ പ്രാർത്ഥന. പ്രിയമുള്ളവരെ, ഇന്ന് ആരെങ്കിലും എബേസിനെ പോലെ പ്രാർത്ഥിക്കുന്നവരുണ്ടോ? വ്യക്തമായ ഒരു സമർപ്പണമുള്ളവരാണ്. ജീവിതത്തിൻ്റെ പാരമ്പര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയുവാനില്ല, ലോകത്തിൽ പ്രത്യേകിച്ച് വിലയൊന്നുമില്ല, ചുറ്റും ദുഃഖങ്ങളാണ്, ചുറ്റും അനർത്ഥങ്ങളാണ്. എന്നാൽ ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുമോ? കർത്താവേ, എനിക്ക് വേറെ ഒന്നുമില്ലെങ്കിലും കർത്താവേ, നിന്റെ കൈ എന്നോടുകൂടി ഇരിക്കണമേ. വേറെ ആരും എന്നെ അനുഗ്രഹിച്ചില്ലെങ്കിലും കർത്താവേ, നീ എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ കൈ എന്നോട് കൂടി ഇരുന്ന് ഈ അനർത്ഥം നിറഞ്ഞ ലോകത്തിൽ എൻ്റെ ചുറ്റും പ്രശ്നങ്ങൾ മാത്രമാണ്, അശുദ്ധിയാണ് എൻ്റെ ചുറ്റും. എൻ്റെ കൂട്ടുകാരെല്ലാവരും എന്നെ പകയ്ക്കുകയാണ്, അല്ല, എൻ്റെ കുടുംബക്കാരെല്ലാവരും എന്നെ പകയ്ക്കുകയാണ്. എനിക്ക് ചുറ്റും കടങ്ങളാണ്. എനിക്ക് മുന്നോട്ട് നോക്കുമ്പോൾ, ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് ആശയ്ക്ക് വകയൊന്നും ഞാൻ കാണുന്നില്ല. കർത്താവേ, എന്നാൽ എനിക്ക് ഒരു കാര്യമുണ്ട്, പറയാനുണ്ട്. കർത്താവേ, നീ നിന്റെ കൈ എന്നോട് കൂടി ഒന്നിരിക്കണമേ. ഈ അനർത്ഥങ്ങളൊന്നും എനിക്കൊരു വ്യസന കാരണമായി തീരരുതേ. കർത്താവേ, നീ എൻ്റെ അതിരൊന്ന് വിസ്താരമാക്കി തരണമേ. എന്തിൻ്റെ അതിരാണ്? എനിക്ക് കൂടുതൽ വിശുദ്ധിയോടെ ജീവിക്കണം, വിശുദ്ധിയുടെ അതിർ, എൻ്റെ ദൈവവേലയുടെ അതിർ. കർത്താവേ, ആരും കൂടെയില്ലെങ്കിലും കർത്താവേ, എനിക്ക് എൻ്റെ അതിരൊന്ന് വിസ്താരമാക്കി തരണമേ. ഈ അനർത്ഥങ്ങളൊന്നും എനിക്ക് വ്യസന കാരണമായി തീരാതെ നീ എന്നെ ഒന്ന് കാക്കണമേ. നിന്റെ കൈ എന്നോട് കൂടിയിരിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ടോ എബേസിനെ പോലെ? എന്നാൽ അവിടെ എന്താണ് നാം കാണുന്നത്? എബേസിൻ്റെ പ്രാർത്ഥന വലിയ പ്രാർത്ഥനകളൊന്നുമല്ല, എന്നാൽ ആ ചെറിയ പ്രാർത്ഥന എന്താണ്? എബേസിനിട്ട് ഭാഗ്യം എന്താണ്? അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. അവൻ എന്താണോ ചോദിച്ചത്, ദൈവം അവനത് നൽകി. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, നമ്മുടെ യാചനകൾക്ക് മറുപടി നൽകുന്ന ദൈവം, നമ്മുടെ പ്രാർത്ഥനയുടെ മഹിമയൊന്നും നോക്കിയിട്ടല്ല, എന്നാൽ നമ്മളുടെ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന കാണുന്ന ദൈവം നാം അപേക്ഷിച്ചതിനെ നമുക്ക് നൽകും. നമ്മുടെ പ്രാർത്ഥന, നമ്മളുടെ യാചന, അതിൻ്റെ ശുദ്ധത നോക്കി, നാം പ്രാർത്ഥിക്കുന്ന എന്തെന്ന് നോക്കി, നമ്മളുടെ ഉള്ളിലെ എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ എന്തെന്ന് നോക്കി നാം അപേക്ഷിച്ചതിനെ നമുക്ക് നൽകും. ഈ എബേസിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുമോ? കർത്താവേ, എൻ്റെ അതിരൊന്ന് വിസ്താരമാക്കണമേ. കർത്താവേ, ഈ അനർത്ഥങ്ങളൊന്നും എനിക്ക് വ്യസന കാരണമായി തീരരുതേ. എൻ്റെ രോഗം എനിക്കൊരു വ്യസന കാരണമായി തീരരുതേ. എൻ്റെ കടം എനിക്കൊരു വ്യസന കാരണമായി തീരരുതേ. കർത്താവ്, ഇതൊന്നും മാറണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, എന്നാൽ കർത്താവേ, ഇതൊന്നും എനിക്ക് വ്യസന കാരണമായി തീരാതെ കർത്താവേ, നീ എന്നെ ഒന്ന് സഹായിക്കണമേ. നിന്റെ കൈ എന്നോട് കൂടി ഇരിക്കണമേ. നമുക്ക് കിട്ടുന്ന ഭാഗ്യമാണ്. എബേസിനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. നമുക്കൊന്ന് ചേർന്ന് പാടാം. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൽ വാതിൽ തുറക്കണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. ആ സ്വർഗീയ അനുഗ്രഹങ്ങൾ നമുക്ക് വാരിത്തരണം. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. നീ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ എബേസിനോട് ചേർന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. വീണ്ടും നാം വേദപുസ്തകത്തിൽ നാം മറിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും വേറൊരു പ്രാർത്ഥന. ആ പ്രാർത്ഥന ഒരു രോഗം മാറുവാനുള്ള പ്രാർത്ഥനയാണ്. എബേസിൻ്റെ പ്രാർത്ഥന ആത്മീകമായി ഔന്നത്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, ആത്മീകമായ ഔന്നത്യം. എന്നാൽ വീണ്ടും നാം കാണുന്നത് ഒരു രോഗി പ്രാർത്ഥിക്കുന്നതാണ്. ആ രോഗി ഒരു ദൈവഭക്തനായ രോഗിയാണ്, ഒരു രാജാവാണ്. തൻ്റെ ആയുസ്സിനെ കുറിച്ച് വ്യക്തമായ മുന്നറിയിപ്പ് പ്രവാചകനിലൂടെ കിട്ടിയ ഒരു രാജാവാണ്. ആ രാജാവിനോട് ഒരു പ്രവചനം കിട്ടുകയാണ്, നിനക്കിനി അധികം നാൾ ആയുസ്സില്ല, നീ നിന്റെ നാളുകളെ എണ്ണിക്കുള്ളൂ, നീ ഉടനെ മരിച്ചു പോകുമെന്ന്. അതൊരു രോഗിയുടെ ഒരു പ്രാർത്ഥനയാണ്.
എന്താണ് നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38 അധ്യായം അതിൻ്റെ 1 വാക്യം. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകിയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്നു, നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. ഹിസ്കിയാവിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, നീ നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കിക്കൊള്ളുക, നീ മരിച്ചു പോകും, ഈ രോഗം നിന്നെ മരണത്തിലേക്കാണ് നയിക്കുന്നത്. എന്നാൽ ഹിസ്കിയാവ് എന്താണ് ചെയ്തത്? ഹിസ്കിയാവ് പ്രത്യേകിച്ച് വേറെ ആരോടെങ്കിലും പ്രാർത്ഥിക്കാൻ പറയുകയല്ല ചെയ്തത്. ഹിസ്കിയാവ് എന്തെങ്കിലും ഒരു കർമ്മങ്ങൾ ചെയ്യുകയല്ല ചെയ്തത്. ഹിസ്കിയാവിന് ഒരു വിശ്വാസമുണ്ടായിരുന്നു. ഹിസ്കിയാവ് നേരെ ദൈവസന്നിധിയിലേക്ക് ചെന്നു, ദൈവസന്നിധിയിലേക്ക് മുഖം തിരിച്ചു. ഹിസ്കിയാവ് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി നിന്ന മനുഷ്യനാണ്, ഞാൻ ഏകാഗ്രഹൃദയത്തോടെ നിനക്ക് വേണ്ടി ജീവിച്ച വ്യക്തിയാണ്. ഹിസ്കിയാവിന്റെ പ്രാർത്ഥന എന്താണ്? ഒന്നുകൂടെ നമുക്ക് വായിച്ചു കേൾക്കാം. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്നു, നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. അതാണ് പ്രാഗൽഭ്യം. ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുമായി ഏതെങ്കിലും സഭയിലേക്കോ ഏതെങ്കിലും ദൈവമക്കളിലേക്കോ പോവുകയല്ല വേണ്ടത്. ഈ ഒരു പ്രാഗൽഭ്യം, നമുക്ക് രോഗമാണ് എന്നറിയുമ്പോൾ, നമ്മെ ഇനി ആർക്കും രക്ഷിക്കാൻ കഴിയില്ല എന്നറിയുമ്പോൾ നേരെ ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാനുള്ള പ്രാഗൽഭ്യം. എന്താണ് പ്രാഗൽഭ്യം? എന്താണ്? കർത്താവേ, ഞാൻ വിശ്വസ്തയോടെ നിനക്ക് വേണ്ടി ജീവിച്ചതാണ്, ഞാൻ ഏകാഗ്രഹൃദയത്തോടെ നിനക്ക് വേണ്ടി ജീവിച്ചതാണ്. കർത്താവേ, നീ എന്നോട് കൈവിടരുതേ എന്ന് നമുക്ക് പ്രാഗൽഭ്യമുണ്ടോ? രോഗം മാറാൻ നാം പ്രാർത്ഥിക്കുന്നുണ്ട്, നാം അനേക ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പാപമുണ്ട് എങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയില്ല എങ്കിൽ, പാപത്തോട് യാത്ര പറഞ്ഞിട്ടില്ല എങ്കിൽ, യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ പ്രാർത്ഥന സ്വർഗം കേൾക്കുകയില്ല. നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. നമുക്ക് മണിക്കൂറുകളോളം ഇരുന്ന് പ്രാർത്ഥിക്കാം, ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാം, എല്ലാം ചെയ്യാം. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ പാപത്തോട് ഒരു സ്ട്രോങ്ങസ്റ്റ് നോ ഞാൻ പറയാൻ താല്പര്യമില്ല എങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥന സ്വർഗം കേൾക്കുകയില്ല. ഈ വേദപുസ്തകത്തിൽ അങ്ങനെയാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് അനേകരോട് പ്രാർത്ഥിക്കാൻ പറയാം, എന്നാൽ സ്വർഗം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. എന്നാൽ ഒരു കാര്യമുണ്ട്, നാം വിശ്വസ്തയോടെ നമ്മുടെ സമർപ്പണം പറഞ്ഞുകൊണ്ട്, കർത്താവേ, ഇതുവരെ വന്നതെല്ലാം വന്നു, ഇതുവരെ ഞാൻ നിന്നുവെന്ന് പറയാൻ എനിക്കില്ല, ഞാൻ പലപ്പോഴും പാപം ചെയ്തു, നിന്നെ വേദനിപ്പിച്ചു, ഞാൻ പലപ്പോഴും വചനം കേട്ട വ്യക്തിയാണ്, എന്നാൽ ഞാൻ പാപം ചെയ്തു പോയി കർത്താവ്. എന്നാൽ ഞാനൊരു സമർപ്പണം എടുക്കുന്നു. ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ ഞാൻ നിന്റെ മകനായി ജീവിക്കും, ഞാൻ നിന്റെ മകളായി ജീവിക്കും. ഇനി എൻ്റെ മേലൊരു പാപത്തിന് അവകാശം പറയാൻ സാധിക്കുകയില്ല. നിന്റെ തിരുരക്തത്താൽ എൻ്റെ പാപങ്ങൾ കഴുകിത്തരണമേ എന്നുള്ള സമർപ്പണം എടുത്തുകൊണ്ട് ജീവിതത്തിൽ വ്യക്തമായ സമർപ്പണത്തോടുകൂടി നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കും. എന്താണ് സംഭവിച്ചത്? യഹോവ പ്രാർത്ഥന കേട്ടു. എന്താണ്? നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. മകനെ, നീ കരഞ്ഞില്ലേ? നീ ഏറ്റവും വിഷമത്തോടെ, നീ എൻ്റെ പ്രിയ മകനാണ്, നീ കരയുന്നത് കാണുവാൻ എനിക്ക് സാധിക്കുകയില്ല. ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, ഞാൻ നിന്റെ കണ്ണുനീർ കണ്ടു, നിന്റെ സമർപ്പണം ഞാൻ ഏറ്റെടുത്തു. നീ പറഞ്ഞ ആ വാക്കുണ്ടല്ലോ, നീ അന്ന് അവിടെ ഇരുന്ന് കരഞ്ഞില്ലേ? നീ അന്ന് വചനം കേട്ടപ്പോൾ നീ ഒരു സമർപ്പണം എടുത്തില്ലേ? ഞാനത് കേട്ടിരിക്കുന്നു മകനെ, ഞാൻ നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. നീ കരയണ്ട, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു. ഓ, എന്ത് സ്നേഹമുള്ള ശബ്ദമാണ്, സ്വർഗത്തിൻ്റെ ശബ്ദം. നാം ഇന്ന് കേൾക്കുന്നുണ്ടോ? നമുക്കിന്ന് തീരുമാനമെടുക്കാൻ സാധിക്കുന്നുണ്ടോ? നാം ഇന്ന് ചിന്തിക്കുന്നുണ്ടോ, കർത്താവേ, എനിക്കും ഒരു സൗഖ്യം വേണം, എൻ്റെ ഈ രോഗം മാറുകയില്ല എന്ന് വൈദ്യന്മാർ എഴുതി തന്നിരിക്കുന്നു, എനിക്ക് അധികം നാൾ ആയുസില്ല എന്ന് വൈദ്യന്മാർ എഴുതി തന്നിരിക്കുന്നു. കർത്താവ്, എന്നാൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു, എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. അല്ല, ചിലർ പ്രാർത്ഥിക്കുന്നുണ്ടാവും, എൻ്റെ മകൻ്റെ രോഗം, അല്ല എൻ്റെ ഭാര്യയുടെ രോഗം, അല്ല എൻ്റെ മാതാപിതാക്കളുടെ രോഗം, അവർക്ക് ആർക്കും വ്യക്തമായ സമർപ്പണങ്ങളില്ല. കർത്താവേ, എന്നാൽ നമുക്കിന്ന് പ്രാർത്ഥിക്കാം, കർത്താവേ, എൻ്റെ വീട്ടിൽ ഞാൻ ഒരാൾ ആ സമർപ്പണം എടുക്കുന്നു, എന്നോട് മനസ്സലിയണമേ, എനിക്ക് നന്മയ്ക്കായ ഒരു അടയാളം തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. കർത്താവേ, എൻ്റെ സമർപ്പണങ്ങൾ
കണ്ടുകൊണ്ട് കർത്താവേ എൻ്റെ മകനോട് കരുണ കാണിക്കണമേ, എൻ്റെ മകളോട് കരുണ കാണിക്കണമേ, എൻ്റെ മാതാപിതാക്കളോട് കരുണ കാണിക്കണമേ. കർത്താവേ ഒരവസരം കൂടി ഒന്ന് തരണമേ. പ്രിയമുള്ളവരെ, ആ പ്രാഗൽഭ്യം നമുക്ക് പ്രാപിക്കണം. അതിനാണ് നാം ദൈവവചനം കേൾക്കുന്നത്, അതിനാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഇടപെടുന്നത്. ഇന്ന് നമുക്ക് വ്യക്തമായ ഒരു സമർപ്പണം എടുക്കണം. നമ്മുടെ ആവശ്യം എന്താണ്? നാം പ്രാർത്ഥിക്കുന്നതിൻ്റെ ആവശ്യം രോഗസൗഖ്യമാണോ? വ്യക്തമായ സമർപ്പണം എടുക്കൂ. ഫസ്റ്റ് സേ നോ ടു സിൻ. ആദ്യം പാപത്തോട് യാത്ര പറയൂ. നമ്മുടെ രോഗത്തിന്മേൽ അവൻ കൈവയ്ക്കും. അല്ല, നാം ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ പാപത്തോട് യാത്ര പറഞ്ഞതാണല്ലോ, ഞാൻ പലപ്പോഴും സമർപ്പണങ്ങൾ എടുത്തതാണല്ലോ, എൻ്റെ ജീവിതത്തിൽ വ്യക്തമായ ഒരു സമർപ്പണം ഉള്ളതാണല്ലോ, എന്നിട്ടും എനിക്കെന്താണ് ഈ രോഗം വന്നത്? പ്രിയമുള്ളവരെ, അതിനായി നമുക്കൊരു മറുപടിയുള്ളൂ. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാണ്, നിങ്ങൾക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ദൈവത്തിൻ്റെ വചനമാണ്. എനിക്കിനിയും രോഗം മാറിയില്ലേ, സാരമില്ല, നിങ്ങൾ വിശ്വസിച്ചുകൊള്ളൂ. ദൈവത്തിന് നമ്മോട് സ്നേഹമാണ്, യേശുക്രിസ്തുവിന് നമ്മോട് സ്നേഹമാണ്. നമ്മെ ശുദ്ധീകരിക്കുവാൻ അവൻ നമുക്ക് ഏറ്റവും നല്ലതാണ് തന്നിരിക്കുന്നത്. ആ ഒരു വിശ്വാസം നമുക്ക് പ്രാപിച്ചാൽ അതിലും വലിയ ഭാഗ്യമെന്ന് ഈ ലോകത്തിൽ നമുക്ക് കിട്ടുവാനില്ല. ആ പ്രത്യാശ, കർത്താവേ എനിക്ക് എന്തെല്ലാം വന്നാലും ഞാൻ നിന്റെ കൈകളിൽ സുരക്ഷിതമാണ്. നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് എനിക്കറിയാം, നീ എൻ്റെ കണ്ണുനീർ കാണുമെന്ന് എനിക്കറിയാം. എനിക്ക് രോഗം മാറിയില്ലെങ്കിലും കർത്താവേ എനിക്ക് വിശ്വാസമാണ്. നീ എന്നെ സ്നേഹിക്കുന്നു, നീ എന്നെ കരുതുന്നു, നീ എന്നെ ശുദ്ധീകരിക്കുന്നു. ഹിസ്കിയാ രാജാവ് പ്രാർത്ഥിച്ചു, കർത്താവ് പ്രാർത്ഥന കേട്ടു. ഹിസ്കിയാ രാജാവ് രോഗം മാറുവാനാണ് പ്രാർത്ഥിച്ചത്. എന്നാൽ വീണ്ടും വേദപുസ്തകത്തിലേക്ക് വരികയാണ്. അവിടെ വേറൊരു പ്രാർത്ഥന നാം കാണുന്നുണ്ട്. ആ പ്രാർത്ഥന പാപമോചനത്തിനായുള്ള പ്രാർത്ഥനയാണ്. പുതിയ നിയമത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 13-ാം വാക്യം, ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു, ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. പാപമോചനത്തിനായുള്ള പ്രാർത്ഥന, പാപം ക്ഷമിച്ചു കിട്ടുവാനുള്ള പ്രാർത്ഥന. യേശുക്രിസ്തു ഉപമ പറയുന്ന ആരെക്കുറിച്ചാണെന്ന് അറിയാമോ? തങ്ങൾ നീതിമാന്മാരെന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച്, നീതിമാന്മാരെ കുറിച്ചാണ് പറയുന്നത്. നീതിമാന്മാരെന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്നു. അവരെക്കുറിച്ച് പറയുന്ന ഒരു ഉപമയാണ്, പരീശന്റെയും ചുങ്കക്കാരൻ്റെയും ഉപമ. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ചുങ്കക്കാരൻ ദൂരത്ത് നിന്ന് മാറത്തടിച്ചുകൊണ്ട്, കർത്താവേ ഈ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പാപിയാണ് എന്നൊരു ബോധം. നാം ഇന്ന് വചനം കേൾക്കുമ്പോൾ നാം ഇരിക്കേണ്ടത് ആ ഒരു ബോധത്തോടെയാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത് അതാണ്. പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. പാപിയാണ് എന്നുള്ള ബോധമുണ്ടാവണം. പാപബോധം, പാപിയാണെന്നൊരു ബോധത്തോടെ പ്രാർത്ഥിക്കുക. പരീശൻ പ്രാർത്ഥിച്ചു, ആ നീതിമാൻ പ്രാർത്ഥിച്ചു, കർത്താവേ അനേകരുണ്ട് എനിക്ക് ചുറ്റും, അനേക പാപികളുണ്ട് എൻ്റെ ചുറ്റും. എങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത്? ദൈവമേ പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നു. പ്രിയമുള്ളവരെ, നാമും അങ്ങനെ പറയാറില്ലേ? ഓ എന്തെല്ലാമാണ് ഈ ലോകത്തിൽ സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? എന്തൊക്കെ കൊലപാതകങ്ങൾ നടക്കുന്നു, മോഷണങ്ങൾ നടക്കുന്നു, തല്ല് നടക്കുന്നു, അല്ല പിടിച്ചുപറി നടക്കുന്നു, അശുദ്ധി വിളയാടുന്നു. എന്നാൽ ഞാൻ അവരെ പോലെയൊന്നുമല്ല. ഞാൻ വചനം കേൾക്കുന്ന വ്യക്തിയാണ്. ഞാൻ കൂട്ടായ്മക്കാരനാണ്. അല്ല, ഞാൻ വചനം പറയുന്ന വ്യക്തിയാണ്. ഞാൻ ഗാനങ്ങൾ ആലപിക്കുന്ന വ്യക്തിയാണ്. ഞാൻ അവരെ പോലെ ഒന്നും അല്ലായകയാൽ ദൈവമേ നിനക്ക് സ്തുതി. ശരിയാണ്, ദൈവം നമ്മെ അതിൽ നിന്നെല്ലാം കാത്തു. ദൈവം നമുക്ക് വചനം കേൾക്കുവാൻ ഭാഗ്യം തന്നു. തീർച്ചയായും ദൈവത്തിന് 1000 നന്ദി നമുക്ക് അറിയിക്കണം. എന്നാൽ അതുകൊണ്ടൊന്നും നാം പാപികളാവുന്നില്ല, പാപികളല്ലാതെയാകുന്നില്ല. നമ്മുടെ ഹൃദയത്തിൽ പാപമുണ്ട്. നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നാം പാപികളല്ല എന്ന് പറയുന്നെങ്കിൽ നാം ഏറ്റവും വലിയ ഭോഷന്മാരാണ്, ഏറ്റവും വലിയ ബുദ്ധിഹീനരാണ്. പ്രിയമുള്ളവരെ, നാം അത് മനസ്സിലാക്കണം. നാം ഇന്നും പാപികളാണ്. ആ പാപികളാണെന്നുള്ള ബോധം വേണം. നാം കുർബാന അനുഭവിക്കുന്നവരായിരിക്കാം, നാം പള്ളിയിൽ പോകുന്നവരായിരിക്കാം, നാം സഭയിൽ ചേർന്ന് നിൽക്കുന്നവരായിരിക്കാം. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ പാപങ്ങളുണ്ട്. പ്രകടമായി നാം ഒരു പാപവും ചെയ്തില്ലെങ്കിലും നാം പാപികളാണ്. പാപികളെ രക്ഷിപ്പാനാണ് യേശുക്രിസ്തു ലോകത്തിൽ വന്നത്. അത് സത്യമായ കാര്യമാണ്. എന്നാൽ ഇന്ന് നാം വചനം കേൾക്കുമ്പോൾ പാപബോധത്തോടെ നാം ഏറ്റുപറയും, കർത്താവേ ഞാൻ പാപികളാണ്, ഞാൻ പാപിയാണ്, ഞാൻ പുറമെ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും ഞാൻ പാപിയാണ്. എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്യുന്ന എൻ്റെ കർത്താവായ യേശുക്രിസ്തു നോക്കുമ്പോൾ ഞാൻ ഒരു പാപിയാണ്. കർത്താവേ, എന്നെ ആരും അംഗീകരിക്കാൻ കൊള്ളാവുന്നവനല്ല. എന്നാൽ ഞാൻ നിന്റെ സന്നിധിയിലേക്ക് വരുന്നു. എനിക്ക് നിന്റെ സന്നിധിയിൽ വരുവാൻ പോലും യോഗ്യതയില്ല. എന്നാൽ ഞാൻ വരികയാണ് കർത്താവേ. ആ പാപക്കെട്ടുമായി ഞാൻ വരികയാണ്. ആ ഹൃദയം തകർന്നുകൊണ്ട് ഞാൻ വരികയാണ്.
നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, എന്നാൽ അവയിൽ നിന്നെല്ലാം യഹോവ അവനെ രക്ഷിക്കുന്നു എന്ന്. എൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്, നിന്റെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. അങ്ങനെ നാം പറയുകയാണെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നാം അത് പറയുകയാണെങ്കിൽ, എന്താണ് ആ ചുങ്കക്കാരന് ലഭിച്ച ഭാഗ്യം? എന്താണ്? അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. നാം നീതീകരിക്കപ്പെടും. യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം വന്ന് നമ്മെ കഴുകും. നമ്മുടെ പാപങ്ങൾ അവൻ മോചിച്ചു തരും. നാം എണ്ണിയാൽ തീരാത്ത പാപങ്ങൾ അവൻ കഴുകിത്തരും. നമ്മുടെ പാപങ്ങൾ മോചിച്ചു തരും. നീതീകരിക്കപ്പെടുന്ന അവസ്ഥ ലഭിക്കും. ആ ചുങ്കക്കാരൻ ലഭിച്ച ഭാഗ്യം അതാണ്. ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങിപ്പോയി. പ്രിയമുള്ളവരെ, നാം ഒന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ ഞാൻ പാപിയാണ്. ആ ചുങ്കക്കാരനെ പോലെ ഞാനും പറയുന്നു, കർത്താവേ ഞാൻ പാപിയാണ്, എന്നെ നിന്റെ തിരുരക്തത്താൽ ശുദ്ധീകരിച്ചു തരണമേ എന്ന്. വീണ്ടും നാം വേദപുസ്തകത്തിൽ വേറൊരു വ്യക്തിയെ കാണുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 41-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. യേശുക്രിസ്തുവിനോട് കൂടെ തൂക്കിയ 2 ദുഷ്പ്രവർത്തക്കാരിൽ ഒരുത്തൻ വലത്തുഭാഗത്തെ കള്ളനെന്ന് പറയുന്നു. അവൻ പറയുകയാണ്, അവൻ വചനം കേട്ട വ്യക്തിയല്ല, അവൻ പ്രത്യേകിച്ച് ആരെങ്കിലും പറഞ്ഞു കൊടുത്ത വ്യക്തിയല്ല. എന്നാൽ അവൻ്റെ അവസാന നിമിഷത്തെ പ്രാർത്ഥനയാണ്, അവൻ്റെ ലാസ്റ്റ് ചാൻസ് ആണ്. അത് തന്നെയാണ് അവൻ്റെ ഫസ്റ്റ് ചാൻസും. അവനത് ഏറ്റവും നല്ലോണം ഉപയോഗിക്കാൻ അവന് സാധിച്ചു. അവന് ദൈവം കൃപ കൊടുത്തു. അവൻ കണ്ടു, യേശുക്രിസ്തുവിനെ കണ്ടു, ക്രൂശിൽ കിടക്കുന്ന യേശുക്രിസ്തുവിനെ കണ്ടു. വേറെ ആരെങ്കിലും പറഞ്ഞു കൊടുത്ത വചനമല്ല, അവൻ അനുഭവിച്ചു. യേശുക്രിസ്തുവിനെ കണ്ടു. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം അവൻ ക്രൂശിലൂടെ അനുഭവിച്ചു. അവൻ പ്രാർത്ഥിക്കുകയാണ്. 42-ാം വാക്യം ഇങ്ങനെയാണ്, പിന്നെ അവൻ, യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചു. വേറെ ഒന്നും പറഞ്ഞില്ല. അതിലെല്ലാം ഉണ്ട്. കർത്താവേ, ഞാൻ ഇതുവരെ ജീവിച്ചു, ഇങ്ങനെ ജീവിച്ചു പോയി. എന്നാൽ കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർത്തുകൊള്ളണമേ. അവൻ കൂടുതൽ സമർപ്പണങ്ങളൊന്നും പറഞ്ഞില്ല. അവൻ വേറെ ഒന്നും ഏറ്റു പറഞ്ഞില്ല. അവൻ ഒരേ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, കർത്താവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുക്രിസ്തു രണ്ടാമത് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെയാണോ അവൻ ആ വിശ്വാസം കിട്ടിയത്? അവൻ ആ കുരിശിൽ കിടന്നാണ് വിശ്വാസം കിട്ടിയത്. കർത്താവേ, നീ ഇങ്ങനെ മരിക്കുന്നു, എന്നാൽ നീ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നും നീ വീണ്ടും രണ്ടാമത് വിശുദ്ധന്മാരെ ചേർക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, അതല്ല ഏറ്റവും വലിയ വിശ്വാസം. നമുക്ക് എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട്? നാം അനേകർ വചനം കേൾക്കുന്നവരാണ്. എന്നാൽ യേശുക്രിസ്തു രണ്ടാമത് വരുമെന്ന്, കളരെ പോലെ അവൻ വീണ്ടും വരുമെന്ന് നാം വിശ്വസിക്കുന്നുണ്ടോ? ആ വിശ്വാസം ലഭിക്കുക എന്നുള്ളതാണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭാഗ്യം. നാം എന്തെല്ലാം ചെയ്താലും ആ വിശ്വാസമില്ല എങ്കിൽ, യേശുക്രിസ്തു രണ്ടാമത് വിശുദ്ധന്മാരെ ചേർക്കുവാൻ വീണ്ടും വരുമെന്നുള്ള വിശ്വാസമില്ല എങ്കിൽ നാം ഈ ചെയ്യുന്നതെല്ലാം വ്യർത്ഥമാണ്. എന്നാൽ ആ തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തന് ആ ഭാഗ്യം ലഭിച്ചു. എന്താണ് അവന് കിട്ടിയ ഉറപ്പെന്താണ്? അപ്പോൾ തന്നെ അവന് ഉറപ്പ് കിട്ടി. എന്താണ്? യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. അവനൊരു ഉറപ്പ് കിട്ടി. സ്വർഗം ഉറപ്പായി കിട്ടി. അവന് സ്വർഗം ഉറപ്പ് കിട്ടി. അവൻ ഇന്ന് മരിച്ചാൽ സ്വർഗത്തിലാണെന്നുള്ള ഉറപ്പ് കിട്ടി. പ്രിയമുള്ളവരെ, അതാണ് നമുക്ക് കിട്ടേണ്ട ഭാഗ്യം. ഇന്ന് നാമും പറയുക, കർത്താവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണം. ആരെങ്കിലും ഈ തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തനെ പോലെ വചനം ഇതുവരെ കേട്ടിട്ടില്ല, ആദ്യമായി വചനം കേൾക്കുന്നവരുണ്ടോ? നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറയട്ടെ, എൻ്റെ അനുഭവത്തിലൂടെ പറയട്ടെ. നാം എന്തെല്ലാം വലിയ തെറ്റുകൾ ചെയ്തതാണെങ്കിലും, നമ്മുടെ അറിയായ്മയുടെ കാലത്ത് നാം എന്തെല്ലാം തെറ്റുകൾ ചെയ്തെങ്കിലും, ഈ ലോകത്തിൽ ഒരിക്കലും ക്ഷമിക്കപ്പെടുവാൻ സാധ്യമല്ലാത്ത തെറ്റുകൾ ചെയ്തെങ്കിലും, പ്രിയമുള്ളവരെ ഞാൻ പറയട്ടെ, ഇന്ന് നിങ്ങൾക്ക് ഒരു സമർപ്പണം എടുക്കാം. കർത്താവേ, ആ തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തനെ പോലെ ഞാനും പ്രാർത്ഥിക്കുന്നു. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ. ഞാൻ എൻ്റെ സമർപ്പണം എടുക്കുന്നു. കർത്താവേ, ഞാൻ തെറ്റുകൾ ചെയ്തവനാണ്. ഞാൻ അനേകം തെറ്റുകൾ ചെയ്തവനാണ്. കർത്താവേ, എനിക്കറിയാം. എൻ്റെ ഈ ഹൃദയം നോക്കിയാൽ, ഞാൻ ചെയ്ത തെറ്റുകൾ നോക്കിയാൽ ഈ ലോകത്തിൽ എനിക്ക് തൂക്കുകയറാണ് എനിക്ക് ലഭിക്കേണ്ടത്. എന്നാൽ നീ സ്നേഹമാണല്ലോ, നീ എന്നോട് ക്ഷമിക്കണമേ. നിന്റെ തിരുരക്തത്താൽ എൻ്റെ പാപങ്ങൾ കഴുകി തരണമേ. അങ്ങനെ നാം പ്രാർത്ഥിച്ചാൽ നമ്മോട് അടുത്ത് നിൽക്കുന്ന യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ട്. നമ്മോട് പാപങ്ങളെ ക്ഷമിക്കും. ആ കള്ളൻ പ്രാർത്ഥിച്ചതുപോലെ ഒന്ന് പ്രാർത്ഥിക്കാമോ? നമ്മോട് ഒരു ഉറപ്പവൻ തരും. പ്രിയമകനെ, പ്രിയമകളെ, നിന്റെ സമർപ്പണം നിന്റെ ഹൃദയത്തിൽ നിന്നാണ്. ഞാൻ അത് ഏറ്റെടുക്കുന്നു. നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി തരുന്നു. നീ എന്നോടുകൂടി പർദീസയിലിരിക്കും. നിനക്ക് ഞാൻ സ്വർഗം ഉറപ്പാക്കി തരുന്നു. മകനെ, പ്രിയമകനെ, പ്രിയമകളെ, നിങ്ങൾക്ക് ആ തീരുമാനം എടുക്കാൻ സാധിക്കുമോ? നാം എന്തെല്ലാം ചെയ്തവരാണെങ്കിലും നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് ആ പാപങ്ങളെല്ലാം സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് എറിഞ്ഞു കളഞ്ഞ് നിങ്ങളെ ഒരു പുതിയ സൃഷ്ടിയായി ഇപ്പോൾ ജനിച്ച ഒരു ശിശുവിനെ പോലെ ആക്കി തീർക്കും. അത് യേശുക്രിസ്തുവിന്റെ തിരുരക്തം മതിയായതാണ്. ആ തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിലൊരുത്തനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. പ്രിയമുള്ളവരെ, ആ പ്രാർത്ഥന സ്വർഗം ഏറ്റെടുക്കും. വീണ്ടും നാം ഒരു പ്രാർത്ഥന കാണുന്നുണ്ട്. ആ പ്രാർത്ഥിക്കുന്നത്
ഒരു അതിശക്തനായ മനുഷ്യനാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 28-ാം വാക്യം. അപ്പോൾ ശിംശോൻ യഹോവയോട് പ്രാർത്ഥിച്ചു, കർത്താവായ യഹോവേ, എന്നെ ഓർക്കണമേ. ദൈവമേ, ഞാൻ എൻ്റെ 2 കണ്ണിനു വേണ്ടി ഫെലിസ്ത്യരോട് പ്രതികാരം ചെയ്യേണ്ടതിന് ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ എന്ന് പറഞ്ഞു. ശിംശോൻ പ്രാർത്ഥിക്കുന്നത് ഒരു നിരാശയിൽ നിന്നാണ്. ശിംശോൻ ദൈവത്തിൻ്റെ ശക്തി ധരിച്ച ഒരു മനുഷ്യനായിരുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ധരിച്ച ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ ശിംശോൻ എല്ലാം നഷ്ടമാക്കി കളഞ്ഞു. ആ നഷ്ട സൗഭാഗ്യങ്ങളെ ഓർത്താണ് ശിംശോൻ പ്രാർത്ഥിക്കുന്നത്. ഞാനെല്ലാം നഷ്ടമാക്കി കളഞ്ഞല്ലോ, ഞാൻ വചനം പറഞ്ഞ വ്യക്തിയായിരുന്നല്ലോ, ഞാൻ ഗാനങ്ങൾ ആലപിച്ച് നടന്ന വ്യക്തിയായിരുന്നല്ലോ, ഞാൻ ദൈവത്തിൻ്റെ മകനായി ജീവിച്ചിരുന്ന വ്യക്തിയാണല്ലോ. എന്നാൽ ഞാൻ പാപത്തിലേക്ക് ഇറങ്ങിപ്പോയി, ഞാൻ പാപ സാഹചര്യങ്ങൾക്ക് ഇടം കൊടുത്തു, എൻ്റെ ജീവിതത്തിൽ പിശാചിന് അവകാശം കൊടുത്തു, ഞാൻ കൊള്ളരുതാത്ത വഴികളിലേക്ക് പോയി. അങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നവരുണ്ടോ? ശിംശോനെ പോലെ ആരെങ്കിലും വചനം കേൾക്കുവാൻ ഇരിക്കുന്നവരുണ്ടോ? ഞാൻ അങ്ങനെ ഇരുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ വചനം കേട്ട് അതിന് വില നഷ്ടപ്പെടുത്തി കളഞ്ഞൊരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ കർത്താവ് എന്നോട് കൃപ തോന്നി, എന്നെ നിരാശയിൽ നിന്ന് പൊക്കിയെടുത്തു, എൻ്റെ ജീവിതത്തിൽ പുതുചൈതന്യം തന്നു, വീണ്ടും ഒരു മാനസാന്തരം എനിക്ക് തന്നു. എൻ്റെ കർത്താവിൻ്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാൻ എനിക്കൊരു ഭാഗ്യം ലഭിച്ചു. ഞാൻ പലപ്പോഴും വചനത്തെ ഗണ്യമാക്കാതെ നടന്നിരുന്നു, ഞാൻ വചനത്തെ തുച്ഛീകരിച്ച് നടന്നിരുന്നു. എന്നാൽ കർത്താവ് എന്നെയും സ്നേഹിച്ചു, കർത്താവ് എന്നെയും വീണ്ടെടുത്തു. ഇന്ന് ദൈവത്തിൻ്റെ ഒരു സാക്ഷിയായി എന്നെയും ഇവിടെ എടുത്ത് നിർത്തി. ഞാൻ തികഞ്ഞവനായതുകൊണ്ടല്ല, എന്തെങ്കിലും മേന്മയുള്ളത് കൊണ്ടല്ല, കർത്താവ് എന്നെയും സ്നേഹിച്ചു. എന്നോട് കർത്താവ് വചനത്തിൽ കൂടി സംസാരിച്ചു. പ്രിയമുള്ളവരെ, ഇന്ന് ആരെങ്കിലും അങ്ങനെ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ശിംശോനെ പോലെ ഒരു കാര്യം പറയാമോ? കർത്താവേ, ഞാനെല്ലാം നഷ്ടമാക്കി കളഞ്ഞു, നീ തന്ന ശക്തിയെല്ലാം ഞാൻ വൃഥാവാക്കി കളഞ്ഞു. എന്നാൽ ഈ നിമിഷം ഞാനൊരു തീരുമാനമെടുക്കുന്നു, ഈ ഒരു പ്രാവശ്യം നിനക്ക് എന്നോട് കൃപ തോന്നാമോ? ഈ ഒരു പ്രാവശ്യം നിന്റെ ശക്തി എനിക്ക് തിരികെ തരാമോ? പ്രാർത്ഥിക്കാമോ? നമ്മോട് മനസ്സലിയുന്ന ദൈവമാണ്, നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്, നമ്മളെ കോരിയെടുക്കുന്ന സ്നേഹമാണ്, നമ്മെ മാറോടണയ്ക്കുന്ന സ്നേഹമാണ്. നാം പല പ്രാർത്ഥനകൾ കണ്ടു. ആ ഏതെങ്കിലും പ്രാർത്ഥനകളിൽ നാമും ചേർന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നതാണ്. കർത്താവ്, എന്താണ് നാം ആദ്യം കണ്ടത്? ഒരു ആത്മാവിൻ്റെ ഔന്നത്യത്തിനായുള്ള പ്രാർത്ഥന, രോഗം മാറുവാനുള്ള പ്രാർത്ഥന, പാപമോചനത്തിനുള്ള പ്രാർത്ഥന, വീണ്ടും നഷ്ട സൗഭാഗ്യങ്ങളെ ഓർത്തുള്ള പ്രാർത്ഥന, നഷ്ടപ്പെട്ട വിശുദ്ധി, നഷ്ടപ്പെട്ട സ്നേഹം ഇന്ന് നമുക്ക് തിരികെ കിട്ടണം. അതിനായി നമുക്ക് പ്രാർത്ഥിക്കണം. ഇത് നല്ല സമയമാണ്, ഇത് സുപ്രസാദ ദിവസമാണ്. പ്രിയമുള്ളവർ, ഇത് ഏറ്റവും നല്ല സമയമാണ്. നമുക്ക് പ്രാർത്ഥിക്കാമോ? നമ്മുടെ പ്രാർത്ഥനയുടെ മഹിമ നാം നോക്കണ്ട, ആ കർത്താവിൻ്റെ ക്രൂസിനോട് കെട്ടിപ്പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാമോ? നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം, നമ്മുടെ ജീവിതം നമുക്ക് സമർപ്പിക്കാം, നമുക്ക് നമ്മുടെ തലവണ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ ധ്യാനിച്ചു, നീ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഞങ്ങൾക്ക് ഇന്ന് അനേകം പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്, ഞങ്ങൾ അലട്ടുന്ന പാപങ്ങളുണ്ട്, ഞങ്ങൾ അലട്ടുന്ന രോഗവിഷയങ്ങളുണ്ട്, ഞങ്ങൾക്ക് സമാധാനമില്ലാത്ത അവസ്ഥയുണ്ട്. കർത്താവേ, ഈ വിശുദ്ധന്മാർ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വരുന്നു. കർത്താവേ, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും പറയുവാനില്ല, ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ ഏറ്റവും നിന്നെ വേദനിപ്പിച്ചവരാണ്. എന്നാൽ നീ സ്നേഹമാണല്ലോ, നീ ഞങ്ങളോട് മനസ്സലിയുന്ന ദൈവമാണല്ലോ. ഇന്ന് ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വരുന്നു, നിന്റെ ക്രൂശിൽ ഞങ്ങൾ കെട്ടിപ്പിടിക്കുകയാണ്. കർത്താവേ, ഞങ്ങളോട് മനസ്സലിയണമേ, നിന്റെ തിരുരക്തത്താൽ ഞങ്ങളുടെ പാപങ്ങൾ കഴുകിത്തരണമേ, ഞങ്ങളുടെ രോഗബന്ധനങ്ങൾ അഴിച്ചു തരണമേ, ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം തരണമേ. നീ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ആക്ഷരീകമായി ഇറങ്ങി വരണമേ. നീ ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു ശിശുവായി ഇന്ന് ജനിക്കണമേ. ഞങ്ങൾ നഷ്ടപ്പെടുത്തിയ കാലങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് ഏറ്റവും നന്നായി തിരിച്ചു തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കുന്ന ഒരു ദിവസമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ സമർപ്പണം ഞങ്ങൾ ഒരിക്കൽ കൂടി പുതുക്കുന്നു. ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ ഞങ്ങൾ നിന്റെ മകനായി മകളായി ജീവിക്കും. അറിഞ്ഞുകൊണ്ടൊരു പാപം വരാതെ ഞങ്ങൾ നിൽക്കും. പിശാചിനോട് എന്നേക്കുമായി ഞങ്ങൾ യാത്ര പറയുന്നു. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിനെ സ്വന്തം കർത്താവായി ഞങ്ങൾ സ്വീകരിക്കുന്നു, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു. ഞങ്ങളെ നീ കൈക്കൊള്ളണമേ, ഞങ്ങളെ നീ കഴുകണമേ, ഞങ്ങളെ നീ ശുദ്ധീകരിക്കണമേ. നിന്റെ 2ാമത്തെ വരവിൽ ഞങ്ങളെയും നീ ചേർത്തുകൊള്ളണമേ. സകലവും ഞങ്ങൾക്കായി ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളണമേ. ആമീൻ.